അല്ല അതില് പിന്നെ ഇന്നലെ 2 കമാൻഡ് ഉണ്ടല്ലോ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനില് ഏൽപ്പിച്ചിക്കണെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ചോദിച്ചു ഊഹാപോഹൊക്കെ അടിച്ചു വിട്ട് അതൊന്നും അല്ലല്ലോ നമ്മളിപ്പോ ഇതിട്ട് നടക്കണേ. സത്യസന്ധമായ കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതന്നെ. ഈ ഉമ്മാനെ ഇപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ നിന്നും കാണാതായിട്ടുള്ള റുക്കിയ ഉമ്മയുടെ പുതിയ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനിപ്പോൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ട് പോയതാണ്, കുറച്ച് വിവരങ്ങൾ പറഞ്ഞിട്ട് ഷൊർണൂർ കണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഉമ്മയല്ല എന്നുള്ള രീതിയിലാണ് ലാസ്റ്റ് ഇട്ട ഞാൻ വീഡിയോ. അപ്പോൾ അതിന് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ആ വന്ന കമൻറ്റിന് അദ്ദേഹത്തോട് കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തിനാണ് പുള്ളിക്കാരൻ ഈ കമൻറ്റ് ഇട്ടെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. ആ കമൻറ്റ് ഇട്ട ചേട്ടനോട് പറഞ്ഞു, കാരണം നിങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചിട്ട് റിപ്ലൈ തരുന്നില്ല. അപ്പോൾ ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് 100 സംശയങ്ങളാണ്. കിട്ടിയിട്ടുണ്ടാവുമോ, ഈ ആളുകളെ ഷെയറിങ് ചെയ്യുന്നതിൻ്റെ എന്താ പറയുക, ഒരു പോസിറ്റീവാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. പല സ്ഥലത്ത് കണ്ടു എന്നൊക്കെ ഉറപ്പിച്ച് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കുക. അതൊക്കെ ആകുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ മാക്സിമം ഈ ഇടവിട്ടിട്ടാണെങ്കിലും ഡെയിലി ഞാൻ ഈ വിഷയം പറയലില്ല. നമ്മളൊക്കെ ലക്ഷ്യങ്ങൾ ഉമ്മയെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയില്ല, പ്രായം ചെന്നൊരു ഉമ്മയാണ്. ഇപ്പോൾ ഞാൻ അവസാനം ഇട്ട വീഡിയോക്ക് താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റാണ്, ഈ ഉമ്മാനെ ഇപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കമൻറ്റ്. ഇത് കണ്ട കമൻറ്റ് ഞാൻ അവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം, ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുമ്പോൾ എന്താ റജി ബിനു എന്നുള്ള ആളാണ് കമൻറ്റ് ഇട്ടുള്ളത്. കമൻറ്റ് ഇട്ട ചേട്ടനോട് എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നിങ്ങളിങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ 1-2 ആളുകൾ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്നും റിപ്ലൈ തരുന്നില്ല അതിൻ്റെ അടിയിൽ. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ വെച്ചാൽ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ഇടാൻ പാടില്ല. നമ്മൾ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം ഉണ്ട്. കാരണം നമ്മളിപ്പോൾ വലിയൊരു മീഡിയേറ്റർ ഒന്നല്ല, ഞാൻ ഒരു വലിയ ചാനലിൽ ആര് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റേതായ ഒരു ശൈലിയിൽ ഒരു ഗൗരവമുള്ള വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സാധാരണക്കാരെന്നുള്ള രീതിയിൽ മറ്റൊരാളെ മനസ്സിലാക്കാനുള്ളതും ആ കുടുംബത്തിൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ പോകുമ്പോഴുള്ള വേദന ഉൾക്കൊണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടൊരു കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു മനുഷ്യത്വമുള്ള രീതിയിൽ, ആ മനുഷ്യത്വം എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ കാണുന്നുള്ളതൊക്കെ അല്ല അതിൻ്റെ ശരി. ഇക്കയാണോ ആരാണ് എനിക്ക് അറിയില്ല. എന്നാൽ ഇതിങ്ങനെ എഴുതിയിട്ട് പോകുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ തരേണ്ടിയിരുന്നു. ഞാനിത് പറയാനും കൂടി ഒരു കാരണമുണ്ട്. ഞാനിന്ന് റുക്കിയ ഉമ്മയുടെ മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. വിവരങ്ങളിൽ കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ വിഷയം കൂടി പറഞ്ഞു. എന്നോട് പറഞ്ഞു, നിങ്ങളെ വീഡിയോൻ്റെ താഴെയൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ എന്താ പുള്ളിക്കാരൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഞാനും ആ കമൻറ്റ് കണ്ടിരുന്നു പറഞ്ഞു. അപ്പോൾ ആ കമൻറ്റ് പുള്ളിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ എത്ര ആളുകൾ അത് കാണുന്നുണ്ടാവും. അപ്പോൾ അതിലെ ആളുകൾക്കൊരു ഊഹാപോഹമാണ്. പ്രത്യേകിച്ച് നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയാം ഉമ്മനെ കിട്ടിയിട്ടില്ല എന്നുള്ളത്. നാട് വിട്ടുള്ള ആളുകളാണെങ്കിലും ആളുകളുടെ മനസ്സിൽ നിന്ന് ഉമ്മേൻ്റെ മുഖം പോവുകയാണ്. അപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമോ എന്നുള്ളൊരു സംശയങ്ങളൊക്കെയാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ, ചില ക്യാപ്ഷനുകളൊക്കെ കാണുമ്പോൾ. കിട്ടിയെന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ ഇതുവരെ ഒരു കാര്യങ്ങളും എന്താ പറയുക ഉമ്മയുടെ പോയതുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നും കാണാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് സീരിയസ് ആയിട്ട് എടുത്താൽ നല്ലതാണ്. ഇവിടെ ആ കുടുംബം തീരുന്ന് ഭയങ്കര ടെൻഷനോട് കൂടി ജീവിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, സ്വന്തം ഉമ്മയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് കണ്ടു കിട്ടിയാൽ മതിയെന്നുള്ളൊരു ഒരു പ്രാർത്ഥനയിലാണ് ആ കുടുംബം മുഴുവൻ. അവരെന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അതിനൊരു തുമ്പും ഉണ്ടായിട്ടില്ല. CCTV-കളൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ഗൗരവമായിട്ട് തന്നെ കാണും. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നത് പറഞ്ഞാൽ എപ്പോഴും ഇപ്പോൾ സ്ഥിരമായി പറയാതെ നിൽക്കുന്നതും പ്രധാനപ്പെട്ട തുമ്പുകൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വന്ന് പറയാച്ചിട്ടാ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഇടയ്ക്ക് വന്ന് പറയുന്നത് എന്താ വെച്ചാൽ കണ്ടിട്ടില്ല എന്നുള്ളത് തീർത്ത് പറയാൻ വേണ്ടി. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നോടും ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്, ഉമ്മയെ കണ്ടോ. അപ്പോൾ കുറേ ആളുകളിലേക്ക് ഇത് എത്തിക്കണം എന്ന് തോന്നുന്നത് എന്താ വെച്ചാൽ വീണ്ടും ആളുകളെ മനസ്സിലേക്ക് ഉമ്മൻ്റെ മുഖം തന്നെ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഉമ്മനെ കണ്ടു കിട്ടിയിട്ടില്ല. അപ്പം നിലവിലെ കേസിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മലപ്പുറത്ത് SP-ൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണം കാര്യങ്ങൾ എപ്പോഴും നടക്കുന്നുണ്ടാവും. കാരണം അവരും ഈ വിഷയത്തെ വളരെ ഗൗരവമായിട്ട് നിയമപാലകർ കാണുന്നുണ്ടാവും, അതിലൊരു സംശയമില്ല. പിന്നെ MLA-ൻ്റെ ഇടപെടലുകൾ, MLA ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് അറിയുന്ന കേസുകളാണ്. പിന്നെ ഇനിയിപ്പോൾ അവിടുന്ന് ഓട്ടോറിക്ഷയെ കൊണ്ടുപോയതാണോ, ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളതൊന്നും നമ്മളൊക്കെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു ദിവസം പോലും ആലോചിക്കാത്ത ദിവസമില്ല. ചെറിയ രീതിയിലാണെങ്കിലും ഉമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഉമ്മ ഇപ്പോൾ എവിടെ ആയിരിക്കും. പ്രത്യേകിച്ച് എല്ലാവരും ഉള്ളൊരു വേദന, ഇത്രയും പ്രായമായൊരു ഉമ്മയാണ്. അപ്പോൾ അതിനെ നിങ്ങൾ എന്താ പറയുക കണ്ടു കിട്ടിയിട്ടില്ല. നിങ്ങൾ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കും, നന്നായിട്ട് പ്രാർത്ഥിക്കും ഉമ്മനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്.
എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഉമ്മനെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുമ്പോൾ അത് നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയാണ്. നമ്മളൊക്കെ അതിന് റിപ്ലൈകളിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിൽ നിന്നും ഒരു റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ മൈൻഡ് ചെയ്യാണ്ട് ഉമ്മയെ പോലീസിൽ ഏൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ നമുക്കൊക്കെ അതൊരു വിഷമാണ്. നിങ്ങളിൽ നിന്ന് ചിന്തിക്കുക, നിങ്ങൾ കമൻ്റ് ഇട്ടത് ശരിയാണോ എന്നുള്ളത്. ദയവ് ചെയ്ത് ഇതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുകൊണ്ടു. ഉമ്മയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അത് കറക്റ്റ് ഒരു ഐഡൻറ്റിഫൈ ചെയ്യുകൊണ്ടു. പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുകയോ ഒരു വീഡിയോ പകർത്തുകയോ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കൈ പിടിക്കാൻ ശ്രമിക്കുക. പിന്നെ അവരെ മോൻ്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല, എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഇട്ടാലും 100% ഞാനത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നോക്കി ഫോളോ ചെയ്തോളാം കേട്ടോ. എൻ്റെ നമ്പർ ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പറും ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുക. നമ്മളൊക്കെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് ഉമ്മനെ ഇതുവരെ കണ്ടെത്താത്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും നാട്ടിലുള്ള ആളുകളുടെ ഉള്ളിലെ വേദനകളും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഫുള്ള് ഈ വീഡിയോ അതിലിങ്ങനെ ഒരു ഉമ്മനെ കാണാനില്ലാത്ത എന്നുള്ള വിവരം എത്തിയ ശേഷം പത്രങ്ങളിലൂടെയും നമ്മളെ പോലുള്ളവരുടെ വീഡിയോസുകളിലൂടെയൊക്കെ അല്ലെങ്കിൽ പല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് അത് ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് പേരിലേക്ക് ആ വീഡിയോ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും പോസ്റ്റ് എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും ഫോട്ടോ ഒക്കെ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വലിയ വേദനയിലാണ്. ഉമ്മനെ കണ്ടെത്തിയോ എന്നുള്ള ഒരുപാട് ടെൻഷനിലാണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കുഴപ്പിക്കുന്ന ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ആളുകൾ ഇത് തിരയാനും അല്ലെങ്കിൽ ഇല്ലല്ലോ കണ്ടു കിട്ടിയില്ലല്ലോ എന്നുള്ള ആ വേദന അവരെ മനസ്സിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ യാത്രക്കിടയിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ട് കിട്ടുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തരുത്. അവർ യാത്രയിലൊക്കെ ഈ ഒരു മുഖം ഓർമ്മയിൽ നിൽക്കട്ടെ. എത്രയും പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഉമ്മയെ കണ്ടു എന്നുള്ള വാർത്ത, ശുഭകരമായ വാർത്ത, ജീവനോട് കൂടി കണ്ടു എന്നുള്ള വാർത്ത വരാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ അങ്ങനെ ചിന്തിക്കട്ടോ. എല്ലാവരും മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് ലൈക്കും ചെയ്ത് ഷെയറും ചെയ്താൽ, ലൈക്ക് ചെയ്യണം വേറെ ഒന്നുമല്ല, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് ചേട്ടനോട്.